1990 ജമ്മു കാശ്മീരിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ വീടുകൾ ചുട്ടരിക്കപ്പെട്ടു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. കാശ്മീരിൻ്റെ സംസ്കാരം എന്നേക്കുമായി അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം അതേ കാശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ നാഗരികതയെ വീണ്ടെടുക്കുമെന്നും 2500 കിലോമീറ്റർ അകലെയുള്ള കർണാടക ആ പുനരുദ്ധാരണ യാത്രയുടെ ഭാഗമാകുമെന്നും ആരും കരുതിയിരുന്നില്ല. കാശ്മീരിൻ്റെ കഥ വെറുമൊരു പലായനത്തിൻ്റേതല്ല, മറിച്ച് തകർക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ ഒരു നാഗരികതയുടെ കഥയാണത്. 1947 ജനുവരി 1 വെടിനിർത്തലിന് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായി. ഒരു കാലത്ത് 700 ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്ന ആ പ്രദേശങ്ങളിൽ പലതും അടച്ചു പൂട്ടപ്പെട്ടു. ബാക്കിയുള്ളവ അവശിഷ്ടങ്ങളായി മാറി. 1990 ജനുവരി 19 കാശ്മീർ താഴ്വരയിൽ കാശ്മീരി പണ്ഡിറ്റുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. അവരുടെ വീടുകൾ മാത്രമല്ല, ക്ഷേത്രങ്ങളും പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും കുലദേവതാ ആരാധനയും എല്ലാം ഉപേക്ഷിച്ച് ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് താഴ്വര വിട്ടുപോകേണ്ടി വന്നു. എന്നാൽ 2000 ആണ്ട് മുതൽ കാശ്മീരി പണ്ഡിറ്റുകൾ ഓരോ ക്ഷേത്രങ്ങളായി പുനർനിർമ്മിക്കാൻ തുടങ്ങി. തങ്ങളുടെ നാഗരികതയെ തകരാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൻ്റെ നിമിഷമായിരുന്നു അത്. ജ്യേഷ്ഠാദേവി ക്ഷേത്രം, ഖീർ ഭവാനി, മാർത്താണ്ഡ്, സൂര്യക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ, ഷിർദി മുതൽ ശൃംഗേരി വരെയുള്ള സഹകരണം, ഇപ്പോൾ തീത്വാലിലെ മാ ശാരദാദേവി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കാശ്മീർ ഇന്ന് ഒരു പുനർജന്മത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൽ കർണാടകയുടെ പങ്ക് ഒരു അത്ഭുതം തന്നെയാണ്. കർണാടകയിലെ ശൃംഗേരി മഠത്തിൽ 2 വർഷത്തിലേറെ സമയമെടുത്താണ് ശാരദാദേവിയുടെ പുതിയ വിഗ്രഹം നിർമ്മിച്ചത്. 2023 മാർച്ചിൽ കർണാടകയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആ വിഗ്രഹവും വഹിച്ചുകൊണ്ട് 2500 കിലോമീറ്റർ നീണ്ട യാത്ര ആരംഭിച്ചു. ബംഗളൂരു, ഹൈദരാബാദ്, നാഗ്പൂർ, ഡൽഹി എന്നിവ കടന്ന് യാത്ര മുന്നേറിയപ്പോൾ ഓരോ നഗരത്തിലും ജനങ്ങൾ തെരുവിലിറങ്ങി. കാശ്മീരി പണ്ഡിറ്റുകളും ഈ യാത്രയുടെ ഭാഗമായി. ജമ്മു കാശ്മീരിലെ തീത്വാലിൽ ശാരദാക്ഷേത്രം പുനർനിർമ്മിച്ചത് കേവലം ഒരു മതപരമായ ചടങ്ങല്ല, അതൊരു സന്ദേശമാണ്. അതിർത്തിക്കപ്പുറം ഞങ്ങളുടെ പൈതൃകം നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഈ ഭാഗത്ത് ഞങ്ങൾ അത് അതിലും ഗംഭീരമായി പുനർനിർമ്മിക്കും എന്നതായിരുന്നു ആ സന്ദേശം. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തുള്ള യഥാർത്ഥ ശാരദാപീഠം സ്ഥിതി ചെയ്യുന്ന അതേ ദിശയിലാണ് ഈ പുതിയ ക്ഷേത്രവും നിലകൊള്ളുന്നത്. 1947 1990 കാശ്മീരി പണ്ഡിറ്റുകൾ അപ്രത്യക്ഷമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. അതേ കാശ്മീരി പണ്ഡിറ്റുകൾ തകർന്ന ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുന്നു, പുരാതന പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നു, നവരേഹ്, ഹെരാത്ത് തുടങ്ങിയ ഉത്സവങ്ങൾ തിരികെ കൊണ്ടുവരുന്നു. തങ്ങളുടെ കുട്ടികളെ കാശ്മീരി ശൈവിസവും സംസ്കൃതവും പഠിപ്പിക്കുന്നു. ഇന്ന് ജമ്മു കാശ്മീരിൽ ശാരദാദേവിയുടെ മണിനാദങ്ങൾ വീണ്ടും മുഴങ്ങുമ്പോൾ അത് വെറുമൊരു ലോഹത്തിൻ്റെ ശബ്ദമല്ല, മറിച്ച് 1947 1990 ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നാഗരികതയുടെ ശബ്ദമാണ്. ആ നാഗരികതയെ പുനർനിർമ്മിക്കാനുള്ള ഒരു തുടക്കം മാത്രമാണിത്.